ഈശോ പറയുകയാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ, അതായത് പഴയ നിയമത്തിൽ പറഞ്ഞ ഒരു നിയമത്തെയും അസാധുവാക്കാനല്ല ഞാൻ വന്നത്, പൂർത്തിയാക്കാനാണ്. ഇത് നന്നായിട്ട് ഗ്രഹിക്കണം. എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു 5 മിനിറ്റ് ശ്രദ്ധിക്കുക. യേശു ജീവിച്ചിരുന്ന കാലത്ത് സാധാരണ മനുഷ്യന് ബൈബിള് വായിക്കാനുള്ള ഭാഷാപരിചയം ഉണ്ടായിരുന്നില്ല. കാരണം ഈശോയും ശിഷ്യന്മാരും എല്ലാം സംസാരിച്ചിരുന്ന ഭാഷ അരമായ ഭാഷയാണ്, അരമായിക്. എന്നാൽ ബൈബിൾ എഴുതപ്പെട്ടത്, പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്, ഹെബ്രായ ഭാഷയിലാണ്. അത് സാധാരണക്കാരന് അറിയില്ല. അതുകൊണ്ട് എഴുത്തും വായനയും അറിയാവുന്നതും ബൈബിൾ വായിക്കാൻ അവകാശം ഉണ്ടായിരുന്നതും അത് പഠിച്ചവരുമായ ആളുകളായിരുന്നു നിയമജ്ഞരും ഫരിസേയരും. ദ സ്ക്രൈബ്സ് ആൻഡ് ദ ഫാരിസീസ്, അവരാണ് ഇത് പഠിച്ചത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരിത് വായിച്ചിട്ട് ജനത്തിന് പറഞ്ഞു കൊടുത്തു. 7 തവണ നമ്മളിനി ഈ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗത്ത് ഇങ്ങനെ വായിക്കും. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ എന്നല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളിങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ എന്നല്ല, നിങ്ങളിങ്ങനെ ആര് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ? നിയമജ്ഞരും ഫരിസേയരും ഇത് വായിച്ചിട്ട് ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കും, മക്കളെ ഇങ്ങനാണ് ദൈവം പറയുന്നത്. ഇവർ ഒറിജിനൽ വായിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവര് ശരിക്കും ഒറിജിനൽ വായിച്ചിട്ടില്ല. ഇവർക്ക് എങ്ങനെയാണ് ഇപ്പോ ഇത് അറിയാവുന്നത്? നിയമജ്ഞരും ഫരിസേയരും അവരോട് പറയും, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, ദൈവത്തെ 1-ാം സ്ഥാനത്ത് നിർത്തണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇത് പറഞ്ഞു കൊടുക്കും ഫരിസേയരും നിയമജ്ഞരും. അപ്പൊ അവരെങ്ങനെ പറഞ്ഞു കൊടുത്തെന്നറിയാമോ? അവര് പറഞ്ഞു കൊടുത്തത് ഈ നിയമം ദൈവം ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല പറഞ്ഞു കൊടുത്തത്. ഈ നിയമം അവർ പറഞ്ഞു പഠിപ്പിച്ചത് ദൈവം ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല, മറിച്ച് അവർക്ക് എളുപ്പമുള്ള വിധത്തിലാണ് അവർ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അവർ ഇങ്ങനെ ജനത്തെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിരുന്നു, കൊല്ലാതിരുന്നാ മതി, പക്ഷെ ഹൃദയത്തിൽ വൈരാഗ്യം ഇരുന്നാലും കുഴപ്പമില്ല, കോപിച്ചാലും കുഴപ്പമില്ല, ശത്രുത ഉള്ളിൽ വെച്ചാലും കുഴപ്പമില്ല, കൊല്ലാൻ പാടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം അതാണോ ഉദ്ദേശിച്ചത്? അല്ല. അപ്പൊ നിയമത്തെ അവർ തങ്ങൾക്ക് ഇണങ്ങിയ വിധത്തിൽ വ്യാഖ്യാനിച്ചു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? 2 ഗുണമുണ്ട് ഇതിന്. ഒന്ന്, ജനം അവരോട് ചോദിക്കില്ല, നിങ്ങൾ എന്താ ഈ വൈരാഗ്യം വെച്ചോണ്ടിരിക്കുന്നത്? ജനം ചോദിക്കില്ല, അവരോട് ചോദിക്കില്ല. കാരണം അവരുടെ ഉള്ളിൽ വൈരാഗ്യമുണ്ട്. അപ്പൊ ആരും അവരെ ചോദ്യം ചെയ്യില്ല. കാരണം എന്താണ്? വൈരാഗ്യം വെച്ചോണ്ടിരിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല. വൈരാഗ്യം വെച്ചോണ്ടിരിക്കരുതെന്ന്, കോപിക്കരുത് ദൈവം പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുള്ള ഇതാണ്, മോഷ്ടിക്കരുത്. എന്നിട്ട് അതിന്റെ എല്ലാം കൃത്യമായിട്ട് വിശദാംശങ്ങൾ സഹിതം എന്താണ് എടുക്കരുത് എല്ലാം പറഞ്ഞു കൊടുക്കും. ഈശോ വന്ന് ഈ ജനത്തെ കാണുമ്പോ ഈശോയ്ക്കൊരു കാര്യം മനസ്സിലായി, ആരും ആരെയും കൊല്ലുന്നില്ല, പക്ഷെ എല്ലായിടത്തും വൈരാഗ്യം, വെറുപ്പ്, ശത്രുത, കലഹം, കോപം. കർത്താവ് പറഞ്ഞു, അയ്യോ ഇതല്ലല്ലോ ദൈവം ഉദ്ദേശിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഈശോ പറയാണ്, ഞാൻ ഇനി ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പോവാണ്. അങ്ങനെ പറഞ്ഞു തരുമ്പോ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പഴയതെല്ലാം കളയാമെന്നല്ല, ശരിക്കുള്ള അർത്ഥം പറഞ്ഞു തരാമെന്നാണ്. മനസ്സിലായോ? എങ്കിൽ ഇനി വായിക്കാം. അതായത് കർത്താവ് പറയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. ശ്രദ്ധിച്ചേ, പൂർത്തിയാക്കാൻ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം പറഞ്ഞു തരാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ നിയമങ്ങൾ, ഉദാഹരണത്തിന് 10 കൽപ്പനകൾ. ഇവിടെ ഒരു ചോദ്യം വരാം. ചോദ്യം ഇതാണ്, പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം നമ്മൾ അനുസരിക്കേണ്ടതുണ്ടോ? ചോദ്യം, ഉത്തരം കേട്ടോ. പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം നമ്മൾ അനുസരിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉണ്ടോ ഇല്ലയോ? അതായത് ബൈബിളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അനുസരിക്കണം. എന്ത് തോന്നുന്നു? ആവശ്യമുണ്ടോ ഇല്ലയോ? പഴയ നിയമത്തിലെ, ശ്രദ്ധിക്കുക, പഴയ നിയമത്തിലെ കൽപ്പനകളെ നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിൽ തിരിക്കാം. ഒന്ന്, ആരാധനയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ദേവാലയവും ദൈവാരാധനയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ.
രണ്ട്, ദൈവം നൽകിയ ധാർമ്മികവും എന്നേക്കും നിലനിൽക്കുന്നതുമായ ചില നിയമങ്ങൾ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, ശ്രദ്ധിക്കുക, പാഷണ്ഡതയൊന്നുമല്ല, സഭയുടെ ടീച്ചിങ് ആണിത്. അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ജെറുസലേം ദേവാലയവുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ ബലികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പുതിയ നിയമ വിശ്വാസി അനുസരിക്കാൻ ബാധ്യസ്ഥനല്ല. അല്ല. ശ്രദ്ധിക്കുക, അങ്ങനെ വരുമ്പോ വലിയ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നം വരും. അതായത് പഴയ നിയമത്തില് ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു കൽപ്പനയാണ് ദശാംശം കൊടുക്കുക എന്നത്. എന്നെ തെറിയൊന്നും വിളിക്കരുത്. പുതിയ നിയമ വിശ്വാസി അതനുസരിക്കാൻ ബാധ്യസ്ഥനല്ല. അപ്പൊ നിങ്ങൾ പറയും, അപ്പൊ ഞങ്ങൾ ഈ ധ്യാനകേന്ദ്രത്തിനെല്ലാം കൊടുത്തതോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമത്തിന്റെ വിശ്വാസം എങ്ങനെയാണ്? നീ 10 കൊടുത്താലും 5 കൊടുത്താലും 1 കൊടുത്താലും 20 കൊടുത്താലും കൊടുക്കണം. പക്ഷേ കൊടുക്കുന്നത് പരാതിയില്ലാതെ, നിർബന്ധമില്ലാതെ, വൈമനസ്സില്ലാതെ, മനസ്സറിഞ്ഞ് കൊടുക്കണം. അത് 10 ആയാലും ദൈവത്തിന് പ്രശ്നമില്ല, 9 ആയാലും പ്രശ്നമില്ല, 2 ആണെങ്കിലും പ്രശ്നമില്ല, 100 ആണെങ്കിലും പ്രശ്നമില്ല. സമാധാനായോ? 10 എന്ന് പറയുന്ന നിർബന്ധം പുതിയ നിയമത്തിൽ ഇല്ല. ഇല്ല. കോൺട്രവേഴ്സിക്കൊന്നും താല്പര്യമില്ല. ബൈബിൾ ശരിക്കും വായിച്ചാൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, അപ്പൊ 10 വെച്ച് കണക്ക് വെച്ച് കൊടുത്തു, ഒരു പ്രശ്നമില്ല, ഇനിയും കൊടുത്തു, നാളെയും കൊടുത്തോളുക. പക്ഷേ ആ നിർബന്ധം പുതിയ നിയമത്തിലില്ല. 9 കൊടുത്താലും സാരമില്ല. ചിലർക്ക് എന്നോ സന്തോഷമായെന്നറിയോ? ഇന്ന് ഈ ഒരു ക്ലാസിന്റെ പേരിൽ എന്റെ പോപ്പുലാരിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അതായത് എന്നോ സന്തോഷമായത് നീ 10, അതായത് പ്രാഗിക്കൊണ്ട് നീ 10 കൊടുക്കുന്നതിലും ഭേദം കൊടുക്കാതിരിക്കുന്നതാണ്. നിയമത്തിന്റെ പേരിൽ നീ 10 കൊടുക്കുന്നതിലും ഭേദം കൊടുക്കാതിരിക്കുന്നതാണ്. യോ, ദശാംശം കൊടുത്തില്ലേ ചൊറി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നീ കൊടുക്കുന്നതിലും ഭേദം കൊടുക്കാതിരിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? പുതിയ നിയമത്തിൽ ഇങ്ങനെയാണ് പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത്. അതായത് മനസ്സോടെ കൊടുക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അത് നിർബന്ധത്തെ പ്രതിയോ വൈമനസ്യത്തോടെയോ ആകരുത്. കൊടുക്കുക, നിനക്ക് കിട്ടും. അമർത്തിക്കുലിക്ക് നിറച്ചളന്ന് നിന്റെ മടിയിൽ ഇട്ട് തരും. അത് 10 ആയാലും ദൈവത്തിന് പരാതിയില്ല, 9 ആയാലും ദൈവത്തിന് പരാതിയില്ല, 11 ആയാലും പരാതിയില്ല, 1 ആണേലും പരാതിയില്ല, 100 ആണേലും പരാതിയില്ല. ക്ലിയറായോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി ആ കണക്കൊന്നും ഓർത്ത് ഭാരപ്പെടുവൊന്നും വേണ്ട. അതായത് ദൈവാരാധന, ബലിയർപ്പണം, ഇതുമായി ബന്ധപ്പെട്ട, അപ്പൊ നിങ്ങൾ പറയും, അച്ചു വെച്ച പാഷണ്ഡതയാണോ ഇത്? ഞാൻ പഠിപ്പിക്കുന്ന പാഷണ്ഡതയാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയി കഴുത്തിന് പിടിക്കേണ്ടത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടേതാണ്. അദ്ദേഹം എഴുതിയ യേശു ക്രിസ്തു എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തിന് പിടിച്ചോളുക. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനിയിപ്പോ നമുക്ക് ഉപദ്രവമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ബെനഡിക്റ്റ് 16 കഴുത്തിന് ആർക്കെങ്കിലും വിരോധമുണ്ട് പോയി പിടിച്ചിട്ട് റോമിയോ വെറ്റിക്കൻ്റെ അടുത്ത് പോയി കഴുത്തിന് പിടിച്ചിട്ട് ഇതാണ് വിശേഷം എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് കൈവത്തിയിട്ട് വന്നോളുക. ഏതായാലും ഇതാണ് ടീച്ചിങ്. എന്താണ് അത്? ഈ ദൈവാരാധന, ദേവാലയം, ബലിയർപ്പണം തുടങ്ങിയ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. ഉദാഹരണം പറഞ്ഞാൽ ചില മൃഗങ്ങളെ തിന്നാൻ പാടില്ല, അതൊന്നും നമുക്ക് അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. കാരണം അതിനെല്ലാം കർത്താവ് നവീകരിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം നൽകി എന്നേക്കും നിലനിൽക്കുന്ന കൽപ്പനകൾ എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 10 കൽപ്പനകൾ എന്നേക്കും നിലനിൽക്കുന്ന കൽപ്പനകളാണ്. 10 കൽപ്പനകൾ ദൈവാരാധനയുമായിട്ടെന്ന് പറഞ്ഞാൽ ദൈവാരാധനയല്ല, നിലനിൽക്കുന്ന സത്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനേകം നിയമങ്ങൾ ബൈബിളിലുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തോന്നുന്നത് പോലെ ഓരോരുത്തരും ബൈബിൾ എടുത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അപകടം പറ്റും. മനസ്സിലാവുന്നുണ്ടോ? തോന്നുന്നത് പോലെ ബൈബിളിലെ ചില ഭാഗത്ത് എവിടെങ്കിലും ഒരു കാര്യം കണ്ടോ അതെടുത്തിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അപകടം പറ്റും. അതിനാണ് സഭ ഔദ്യോഗികമായി ബൈബിൾ വ്യാഖ്യാനിക്കാൻ സഭയ്ക്കാണ് അധികാരമെന്ന് സഭ പഠിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ഓരോരുത്തരും തോന്നുന്ന വഴിക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പോ കർത്താവ് പറയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ വേറൊരു പ്രശ്നം വരും. അല്ല, അതുകൂടെ ക്ലിയർ ആക്കാം. ഈ പറയുന്ന എന്താ പറയുക, ദശാംശം. അതായത് നിങ്ങൾക്ക് ദശാംശം കൊടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട എളുപ്പ വഴിയാണ് ഇൻകം ടാക്സ് അടച്ചു കൊടുക്കുക.
അതായത് ഒരു സിവിൽ സൊസൈറ്റി ആയിരുന്നു ഇസ്രായേൽ. ഇസ്രായേൽ ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തിലെ പ്രജകൾ, ദൈവമായിരുന്നു രാജാവ്, ആ രാജാവിന് കൊടുത്തിരുന്ന ടാക്സ് ആയിരുന്നു ദശാംശം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10 തന്നെ കറക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ടാക്സ് വെട്ടിക്കാതെ കറക്റ്റായിട്ട് ടാക്സ് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് പഴയ നിയമത്തിലെ ദശാംശമാണ് പുതിയ നിയമത്തിലെ ഇൻകം ടാക്സ്. അതിനകത്തെല്ലാം വെട്ടിപ്പല്ലേ, എന്നിട്ട് 10% കൊണ്ട് വരും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഈശോ പറയുകയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, മറിച്ച് പൂർത്തിയാക്കാനാണ്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറില്ല. നിയമം അതിന് ഭേദഗതി വരുത്തേണ്ടതുണ്ട്, അതിനെ ശരിക്കും വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന സമയത്ത് കാളയെ കൊണ്ടുവന്ന് ഇങ്ങനെ കടത്തി 4 ആയിട്ട് മുറിക്കണം, അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാണോ? അല്ല. കാരണം ആ ബലി യേശുവിന്റെ ബലിയോടെ ഇല്ലാതായി, ആ ദേവാലയം ഇല്ലാതായി. അപ്പൊ ആ ദേവാലയവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇല്ലാതായി, ആ ബലിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇല്ലാതായി. മനസ്സിലാവുന്നുണ്ടോ? അതായത് 1 വയസ്സുള്ള ആടിനെ കൊണ്ടുവരണം, അതുകൊണ്ട് പള്ളിക്ക് ആടിനെ കൊടുക്കുമ്പോൾ 1 വയസ്സുള്ള, അങ്ങനെയൊന്നും പറയരുത്. ആ നിയമങ്ങളെല്ലാം ഇല്ലാതായി. അപ്പൊ അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് പുതിയ നിയമം കൂടെ പഠിച്ചു കഴിയുമ്പോൾ വ്യക്തമാവും എന്താണ് അനുസരിക്കേണ്ടത്, എന്താണ് അനുസരിക്കേണ്ടത്. ഇത് പറഞ്ഞു തരാനുള്ള പ്രബോധന അധികാരം ബൈബിൾ എടുത്ത് വായിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികൾക്കല്ല, അത് സഭ കൃത്യമായിട്ട് പറയും. ഇതാണ് മക്കളെ നമ്മൾ അനുസരിക്കേണ്ടത്, ഇത് അനുസരിക്കേണ്ട ആവശ്യമില്ല. സഭ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിച്ച് അനുസരിച്ച് പാലിച്ചാൽ അത് കർത്താവിന്റെ ഇഷ്ടമാണെന്ന് നമുക്ക് ജീവിതത്തിൽ തിരിച്ചറിയാനും സ്വീകരിക്കാനും പറ്റും. അപ്പൊ ഈശോ പറയുകയാണ്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നത്, മറിച്ച് പൂർത്തിയാക്കാനാണ് വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. എന്താണ് ഇവിടെ നിങ്ങളുടെ നീതി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ നിയമം പാലിക്കുന്നത്, നിങ്ങൾ വിശുദ്ധി പാലിക്കുന്നത്, അത് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ മനസ്സിലായോ എന്താന്ന്? അതായത് നിയമജ്ഞരും പരിസേരും പറഞ്ഞ എന്താണ്? കൊല്ലാതിരുന്നാ മതി. നിയമജ്ഞരും പരിസേരും പറഞ്ഞ എന്താണ്? ആ വ്യഭിചാരം എന്ന ആ പ്രവൃത്തി ചെയ്യാതിരുന്നാ മതി. നിയമജ്ഞരും പരിസേരും എന്താ പറഞ്ഞത്? നീ അയാൾ ഇങ്ങനെ ചെയ്താൽ നീ ഇത് തിരിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. അത് പോരാ, അതിനെ അതിശയിക്കണം. കർത്താവ് പറയാണ്, മിനിമത്തിൽ നിൽക്കരുത്. ഇപ്പോ പ്രത്യേകിച്ച് യൂത്തൊക്കെ, ഇച്ചിരി പ്രാർത്ഥനയിൽ താല്പര്യമുള്ള ആളുകള് സാധാരണ നമ്മളോട് ഒറ്റയ്ക്കൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അച്ഛാ ഈ ബിയർ കുടിക്കുന്ന തെറ്റാണോ, വൈൻ കുടിക്കുന്ന തെറ്റാണോ? ഇതിന്റെ ശരിയോ തെറ്റോ അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഈ ചോദ്യം വരുന്ന എവിടെ നിന്നറിയാമോ? ശ്രദ്ധിച്ചിരിക്കണം. അതായത് ബിയർ കുടിച്ച കുഴപ്പമുണ്ടോ, വീട്ടിലുണ്ടാക്കുന്ന വൈൻ കുടിക്കാമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ? ശരി തെറ്റ് ഞാൻ പറയുന്നില്ല, മറിച്ച് ഇവിടെ ഈ ചോദ്യം വരുന്ന എവിടെ നിന്നറിയാമോ? ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തി, ആ വ്യക്തി അപ്പൊ തന്നെ അളന്നോണം, അവൻ ഈ ബോർഡറിൽ നിൽക്കാൻ താല്പര്യമുള്ളവനാണ്. അതായത് ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നു, എന്നിട്ട് ഈ ബോർഡറിൽ നിൽക്കുകയാണ്. ഈ ബോർഡറിൽ ഇവന് വളരാൻ താല്പര്യമില്ല. ഈ കയ്യാലപ്പുറത്ത് നിന്നിട്ട് ചോദിക്കാണ്, ഇവിടെ നിന്നിട്ട് ബിയർ കുടിച്ചോട്ടെ. കയ്യാലപ്പുറത്ത് നിൽക്കുകയാണ്, ഇപ്പുറത്തിരിക്കുകയാണ്, ബിയറും വൈനും എല്ലാം ഇപ്പുറത്തിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ചോദിക്കുകയാണ്, ബിയർ കുടിച്ചോട്ടെ, വൈൻ കുടിച്ചോട്ടെ, തെറ്റുണ്ടോ? ഈ ചോദിക്കുന്ന എന്തിനെന്നറിയാമോ? മിനിമത്തിൽ നിൽക്കാനേ താല്പര്യമുള്ളൂ, മിനിമത്തിൽ. എന്നാല് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കയ്യാലയുടെ ഇവിടുന്ന്, ഈ അതിരിന്റെ അവിടുന്ന് അങ്ങേ അറ്റം പോയവൻ ഈ ചോദ്യം ചോദിക്കുവോ? ചോദിക്കത്തില്ല. കാരണം അവൻ അതെല്ലാം കഴിഞ്ഞു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയുന്നത് ബോർഡർ ലൈനിൽ നിൽക്കരുത്, വളരണം, മുന്നോട്ട് പോകണം, വളരണം. ബോർഡർ ലൈനിൽ നിൽക്കരുത്. ഇവിടെ ഈ അതിർത്തിയിൽ നിന്നിട്ട് അത് ചെയ്യുന്ന തെറ്റാണോ, സിനിമ കാണുന്ന തെറ്റാണോ, അല്ലെ വല്ലപ്പോഴും ന്യൂസ് കാണുന്ന തെറ്റാണോ? എടാ, ആ ചോദ്യമേ ഇല്ല. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യങ്ങൾ തന്നെ ഇല്ല.